ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 7ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതിൽ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി പഠിച്ച കാര്യങ്ങളുടെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? അതായത് 1857 വിപ്ലവം അല്ലേ, അതുവരെയാണ് പഠിച്ചു നിർത്തിയത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിൽ നമ്മുടെ ചെറുത്തുനിൽപ്പുകളെക്കുറിച്ച്, അതായത് നമ്മുടെ രാജ്യത്ത് നിന്നും ഉണ്ടായ ബ്രിട്ടീഷുകാർക്കെതിരായുള്ള ചെറുത്തുനിൽപ്പുകളെക്കുറിച്ചും അതുപോലെ എന്താണ് കേരളത്തിലായാലും പല രീതിയിലുണ്ടായ കലാപങ്ങൾ, അതിന് മുന്നേ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപായി കേരളത്തിലുണ്ടായ കലാപങ്ങളെക്കുറിച്ച് പഠിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഒറ്റക്കെട്ടായി ആർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ തിരിയുന്നതിനെക്കുറിച്ചും അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ പ്രഗത്ഭരായ നേതാക്കന്മാർ, ഈ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കുറിച്ചും അവർ എവിടെയൊക്കെയാണ് അവർ എന്ത് ചെയ്തത്, ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തതും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഈ വിപ്ലവം പരാജയപ്പെടാനുണ്ടായ കാരണം, ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളെന്നാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എക്സാമിൻ ദ റീസൺസ് ഫോർ ദ ഫെയില്യൂർ ഓഫ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നോക്കാം. Though the revolt was widespread in North India, there was no coordination. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലേക്കും ഈ കലാപം വ്യാപിച്ചു എങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. 1857 വിപ്ലവത്തിന് ഒരു സംഘടിതമായ, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടായി? ആ വിപ്ലവം പരാജയപ്പെടുന്നതിനൊരു കാരണമായി. The company had all the advantages of stronger military power, better weapons and coordination. നമ്മളെ അപേക്ഷിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേട്ടങ്ങളെന്ന് പറയുന്നത് അവർക്ക് എന്തായിരുന്നു? വൻ രീതിയിലുള്ള സൈനിക സന്നാഹം അല്ലേ, സൈനിക ശേഷിയുണ്ടായിരുന്നു, സംഘാടന മികവുണ്ടായിരുന്നു, മെച്ചപ്പെട്ട ആയുധ ശേഖരണവും എല്ലാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നത് കാരണം നമുക്ക് അവരോട് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമതായി, ഇറ്റ് ഫെയിൽഡ് ടു എൻഷുർ മാസ് സപ്പോർട്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും അതിന് വലിയൊരു പിന്തുണ ലഭിച്ചില്ല. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ നമ്മുടെ വിപ്ലവം പരാജയപ്പെട്ടു, അല്ലെങ്കിൽ കലാപകാരികൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതാണ് മാസ് സപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെയർ എഗെയിൻസ്റ്റ് ദ റിവോൾട്ട്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് അഭ്യസ്തരായ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ വ്യക്തികൾ, ഇന്ത്യക്കാർ ഈ സമരത്തിന് എതിരായിരുന്നു. അതും സമരം പരാജയപ്പെടുന്നതിന് ഒരു കാരണമായി മാറി. ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വെയർ എഗെയിൻസ്റ്റ് ദി റിവോൾട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ റൂളേഴ്സ് ഓഫ് അഫ്ലുവൻറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് സപ്പോർട്ടഡ് ദ കമ്പനി. എന്താണ് ചെയ്തത്? ഇന്ത്യക്കാരിൽ സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ ആരോടാണ് കൂറ് പുലർത്തിയത്? കമ്പനിയോടായിരുന്നു കൂറ് പുലർത്തിയത്, അല്ലെങ്കിൽ പിന്തുണ നൽകിയത്. ഇതും നമ്മുടെ വിപ്ലവം പരാജയപ്പെടുന്നതിന് കാരണമായി. ഒന്നുകൂടി നോക്കാം. പ്രധാനമായും 6 കാരണങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? 5 കാരണങ്ങളാണ് ഈ വിപ്ലവം പരാജയപ്പെടുന്നതിന് പ്രധാനമായും പറയുന്നത്. ഏതൊക്കെയാണ് ആ കാരണങ്ങൾ? ഒന്നാമത്തേത് എന്താണ്? ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലേക്കും കലാപം ഉണ്ടായി എങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളുമെല്ലാം ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? കമ്പനിക്കായിരുന്നു. നമ്മൾ കലാപകാരികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കമ്പനിക്കായിരുന്നു സൈനികമായ ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരിൽ നിന്നും എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ ആര് പരാജയപ്പെട്ടു? വിപ്ലവകാരികൾ അല്ലെങ്കിൽ കലാപകാരികൾ പരാജയപ്പെടുകയുണ്ടായി. നെക്സ്റ്റ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ ഈ സമരത്തിന്, റിവോൾട്ടിന് എതിരായിരുന്നു. അതും ഒരു പരാജയ കാരണമായിരുന്നു. അതുപോലെ തന്നെ നാട്ടുരാജാക്കന്മാരിൽ സമ്പന്നരായിട്ടുള്ളവർ പിന്തുണ നൽകിയത് എപ്പോഴും ആർക്കായിരുന്നു? കമ്പനിക്കായിരുന്നു. ഇത്രയുമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, മഹത്തായ വിപ്ലവം പരാജയപ്പെടുന്നതിനുണ്ടായ കാരണങ്ങൾ. ഇനി എന്ന് പറയുന്നത് താഴെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ദ മേജർ സെൻറ്റേഴ്സ് ഓഫ് ദ റിവോൾട്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട, അതായത് ആ മേജർ സെൻറ്റേഴ്സ്, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, റിവോൾട്ടിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു എന്നാണ് നമുക്കറിയാം. മീററ്റ്, അവധ്,
ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി ഇവയെല്ലാം എന്തായിരുന്നു 1857 വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ലിസ്റ്റ് ഔട്ട് ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് ടു വിച്ച് ദീസ് പ്ലേസസ് ബിലോങ്. ഈ പ്രദേശങ്ങൾ, അതായത് ഈ കലാപം നടന്ന പ്രധാന സ്ഥലങ്ങൾ, അതിനെ കണ്ടെത്താനാണ് നമ്മളടുത്ത് പറഞ്ഞത്. അതാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. Even though revolt failed, it was the first mass revolt against the company rule, so the revolt is considered as the first war of Indian independence. അവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. എന്താണ്? ഈവൻ ദോ ദ റിവോൾട്ട് ഫെയിൽഡ്, നമ്മുടെ ഈ വിപ്ലവം പരാജയപ്പെട്ടു എങ്കിലും, പ്രത്യക്ഷത്തിൽ ഈ സമരം ഒരു പരാജയമായിരുന്നു അല്ലേ, പരാജയപ്പെട്ടു എങ്കിലും കമ്പനി ഭരണത്തിനെതിരെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം അല്ലെങ്കിൽ ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഏതെന്ന് പറയുന്നത് 1857 വിപ്ലവം എന്ന് പറയുന്നത്. സോ ദ റിവോൾട്ട് ഇറ്റ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അതുകൊണ്ട് തന്നെയാണ് എന്തെന്നാണ് അറിയപ്പെടുന്നത്, ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കുന്നു. എന്തുകൊണ്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്, പ്രത്യക്ഷത്തിൽ ഇത് പരാജയമാണ് എങ്കിലും കമ്പനി ഭരണത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ നാടിൻ്റെ മോചനത്തിനായി ഒന്നിച്ചു നിന്ന ആദ്യത്തെ ബഹുജന സമരം, ബഹുജന പ്രക്ഷോഭമായിരുന്നു 1857 റിവോൾട്ട്. സോ ദ റിവോൾട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദി ഹൈലൈറ്റ് ഓഫ് ദി revolt was the sense of unity that the people of India upheld irrespective of religion. എന്താണ്, എല്ലാവരും, അതായത് ഈ കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇന്ത്യൻ ജനതയുടെ യൂണിറ്റി, ഐക്യബോധമായിരുന്നു. അതായത് എന്താണ്, മതത്തിന് ഓരോ, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് പല റിലീജിയനും കൾച്ചറും ഒക്കെ ഉള്ളവരാണെങ്കിലും എല്ലാവരും എന്ത് ചെയ്തു, എല്ലാത്തിനും അതീതമായി, മതത്തിനൊക്കെ അതീതമായി നമ്മൾ കലാപത്തിൽ ഏറ്റവും വലിയ ഒരു ഒറ്റക്കെട്ടായ ശക്തിയായി അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റി, ഐക്യബോധം കാട്ടിത്തരുന്ന ഒരു വിപ്ലവമായിരുന്നു 1857 ഇറ്റ് വാസ് ദിസ് സോളിഡാരിറ്റി ദാറ്റ് മോട്ടിവേറ്റഡ് ദ സിപ്പോയിസ് ടു പ്രൊക്ലെയിം ബഹദൂർ ഷാ ആസ് ഷെഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ, ദ എംപറർ ഓഫ് ഇന്ത്യ. എന്ത് ചെയ്യുകയുണ്ടായി, അതിനുശേഷം ബഹദൂർ ഷായെ എന്ത് ചെയ്തു, നമ്മുടെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിപ്പായിമാരെ പ്രേരിപ്പിച്ചത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഈ ഐക്യമായിരുന്നു. നമ്മുടെ ഐക്യബോധമാണ് ബഹദൂർ ഷായെ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിക്കാൻ പ്രേരിപ്പിക്കുന്നത്, നമ്മുടെ പട്ടാളക്കാരെ പ്രേരിപ്പിക്കുന്നത്. ദിസ് ഷോസ് ദാറ്റ് ദ ബ്രിട്ടീഷ് എഫേർട്സ് ടു ബ്രീഡ് കമ്മ്യൂണൽ ഹാട്രഡ് ഹാഡ് നോട്ട് സക്സീഡഡ് അറ്റ് ലീസ്റ്റ് അപ് ടു ദി പീരിയഡ് ഓഫ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. മതസ്പർദ്ധ വളർത്താൻ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ നമ്മളെ എന്ത് ചെയ്യാൻ, ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ എന്ത് ചെയ്തു, ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല എന്നതാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ ഐക്യബോധമായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യൻ ജനങ്ങൾ ഒന്നായി നിന്ന് എന്ത് ചെയ്തു, കമ്പനിയെ എതിർത്തത് എന്താണ്, നമ്മുടെ ഐക്യബോധത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനും കാരണമായി. ഇനി താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ദ സെൻറ്റേഴ്സ് ഓഫ് ദ റിവോൾട്ട്, ദ ലീഡേഴ്സ്, അതായത് കലാപം നടന്ന സ്ഥലങ്ങളും നേതൃത്വം നൽകിയവരും. അത് നമ്മൾ കഴിഞ്ഞ പേജിൽ പഠിച്ചതാണ്. ഝാൻസിയിൽ ആരായിരുന്നു, ഝാൻസി എന്ന് പറയുന്ന പ്രദേശത്ത് റാണി ലക്ഷ്മിഭായ് അല്ലേ ലീഡറായത്, നേതൃത്വം വഹിച്ചത് റാണി ലക്ഷ്മിഭായി ആയിരുന്നു. കാൺപൂറിൽ ആരായിരുന്നു, നാനാ സാഹിബ് താന്ത്യ തോപ്പെ, ഇവർ ചേർന്നാണ് കാൺപൂറിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. ലക്നൗവിലാണെങ്കിൽ ബീഗം ഹസ്രത് മഹൽ, അടുത്ത് ഫൈസാബാദിലാണെങ്കിൽ ആരായിരുന്നു, മൗലവി അഹമ്മദുള്ള, അത് കഴിഞ്ഞ് ആര എന്ന് പറയുന്ന പ്രദേശത്ത് കൻവർ സിംഗ്. ഇത്രയുമാണ് ആ ടേബിളിൽ എന്ത് ചെയ്യാനുള്ള, കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ റെയിൻ ഓഫ് ദ ക്യൂൻ. നമ്മുടെ ഇന്ത്യയുടെ ഭരണം ആരുടെ കൈകളിലേക്ക് എത്തുകയാണ്, ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക് എത്തുകയാണ് ലാസ്റ്റ്. ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇൻ 1857 ബ്രോട്ട് മെനി അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് ഇൻ ഇന്ത്യ.
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മുടെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ എന്ത് വരുത്തി? ചേഞ്ചസ്, മാറ്റങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. ദ റൂൾ ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെയിം ടു ആൻ എൻഡ് വിത്ത് ദ ക്യൂൻസ് പ്രൊക്ലമേഷൻ ഇൻ 1858. എന്ത് ചെയ്യാണ്? 1857 ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. വിളംബരത്തോടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. ഇന്ത്യ കെയിം അണ്ടർ ദ ഡിറക്റ്റ് റൂൾ ഓഫ് ദ ബ്രിട്ടീഷ് ക്യൂൻ. അങ്ങനെ ഇന്ത്യ എന്ത് ചെയ്യുകയാണ്? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നു. ബ്രിട്ടീഷ് രാജ്ഞി എന്ത് ചെയ്യാണ്? 1858 ഒരു വിളംബരം പുറപ്പെടുവിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം, നമ്മുടെ ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ചു എന്നുള്ളൊരു വിളംബരം പുറപ്പെടുവിക്കുകയും ഇന്ത്യയുടെ ഭരണം രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് തേർഡ് ചാപ്റ്ററിൽ, ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നാലാമത്തെ ചാപ്റ്ററുമായി നമുക്ക് കാണാം. വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.